നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നേമത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കഴുത്തിന് പിടിച്ച് കോൺഗ്രസ്. നേമത്ത് സ്ഥാനാർത്ഥിയായി എത്തുന്ന രാജീവിനെ ശശി തരൂരിനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ കോൺഗ്രസിനുള്ളിൽ ധാരണയായി. ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ധാരണയായ സാഹചര്യത്തിൽ ശശി തരൂരിന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനം കൈക്കൊള്ളും. അതേസമയം ജില്ലയിലെ നിർണായക വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിന് പട്ടികയിൽ ഇക്കുറിയും അർഹമായ പരിഗണന നൽകിയില്ല. ഒരു സീറ്റിൽ ഒതുക്കാനാണ് നീക്കം. മിക്ക മണ്ഡലങ്ങളിലും ഒന്നാം പേരുകാരായി ഇതര വിഭാഗക്കാരാണ്. നേമത്ത് ശശി തരൂരിന് പുറമെ കെ മുരളീധരൻ, ജി.വി. ഹരി, വൈഷ്ണവ് സുരേഷ് എന്നിവരുടെ പേരുകളുമുണ്ട്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇതിനു പുറമെ കെ എസ് ശബരിനാഥൻ, വീണ എസ് നായർ എന്നിവരുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ വി.എസ്. ശിവകുമാർ, കെ എസ് ശബരിനാഥൻ, ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരാണ് പരിഗണനാ ലിസ്റ്റിലുള്ളത്. കഴക്കൂട്ടത്ത് കെ എസ് അഖിലിനാണ് സാധ്യത. ഇക്കുറി നായർ, ക്രൈസ്തവ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയപ്പോൾ ഈഴവ പ്രാതിനിധ്യം പല സീറ്റിലും പേരുകൾ മാത്രമായി. ഈഴവ വിഭാഗത്തോടുള്ള അവഗണന ഇക്കുറി ജില്ലയിൽ കോൺഗ്രസിന്റെ വിജയത്തെ ബാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഈ ശക്തമായ ആശങ്ക കോൺഗ്രസിനുള്ളിൽ പരാജയ ഭീതി പിന്തുടരുന്നുണ്ട്. അതേസമയം നേമത്ത് ഇക്കുറി മത്സരം കനക്കാനാണ് സാധ്യത. ശക്തമായ ഒരു മത്സര പടയൊരുക്കം തന്നെ നേമത്ത് ഇക്കുറി പ്രതീക്ഷിക്കാം. ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് മത്സരത്തിൽ വിജയം നേടാൻ ബി.ജെ.പി. ഒരുങ്ങുമ്പോൾ എല്ലാ വിഭാഗക്കാരെയും അണിനിരത്തി സീറ്റ് പിടിച്ചെടുക്കാനാവും കോൺഗ്രസ് ശ്രമം. തരൂരും രാജീവും ഒരേപോലെ പടനിലത്തെത്തുമ്പോൾ നേമത്തെ ജനങ്ങൾ ആർക്കൊപ്പം എന്ന് ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ തന്നെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിരിപ്പോടെ വീക്ഷിക്കും. രണ്ട് ദേശീയ നേതാക്കളുടെ ഏറ്റുമുട്ടൽ എന്നും നേമത്ത് ഇക്കുറി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം.